ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കടയിൽ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അല്ല ഇപ്പം ഒരു ചേഞ്ച് അല്ല ഗൈസ്, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. എപ്പം നോക്കിയാലും ഹൈലൈറ്റ് മാൾ നെക്സ്റ്റ് ഒന്നാണല്ലേ. പിന്നെ നമ്മുടെ ഒരു മിന്നാമീൻ എടുത്തു. പിന്നെ ഈ മിഠായി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതാണ് ഗൈസ് എനിക്ക് വാപ്പിച്ച് കാണിച്ചു തന്നത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഒരു ബോക്സ് ആണ്, അപ്പോൾ വാപ്പിച്ചൊക്കെ ഉണ്ട്. പിന്നെ രണ്ട് കിക്കാറ്റ്, രണ്ട് മഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 20 ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ലേസ് പിന്നെ എവിടെ പോയാലും വാങ്ങണമല്ലോ. ലേസിൻ്റെ ടേസ്റ്റ് പിന്നെ ഒന്നിനും വരത്തില്ല അല്ലേ. അങ്ങനത്തെ ലേസൊക്കെ എടുത്തു. ഇവിടുത്തെ സ്ഥലമൊക്കെ മാറ്റി കേട്ടോ. ഈ ലേസൊന്നും ഇവിടെ അല്ലായിരുന്നു, അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. പിന്നത്തെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ സെക്ഷൻ അരിയാണ് ഗൈസ്. ഇവിടെ അരി, ശർക്കര അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുപ്പി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ പാല്, മറ്റേ ദോശമാവ്, തൈര് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ട് കാണാനും ഭംഗിയുണ്ടല്ലേ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ റാഡിഷ്, കുക്കുംബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പൊമോഗ്രാനൈറ്റ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് നമ്മൾ എടുത്തു, ഫ്രൂട്ട്സ് എടുത്തു. വെറുതെ കയറിയതാണ്, പക്ഷെ ഒക്കെ എടുക്കണ്ട ഗൈസ്. പിന്നെ ഈ വീഡിയോയിൽ സനു ഇല്ല കേട്ടോ. സനുവിനെ ടൂറ് പോയി കൊണ്ടുവരുന്ന ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ സനു ഇല്ല. അപ്പോൾ കുറേ നാളായത് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ സനുവിൻ്റെ അവിടെ വെറുതെ അവിടെ വന്ന് നിൽക്കണ്ട, നമുക്ക് കല്യാണത്തിലൊക്കെ പോയിട്ട് വെറുതെ ഒന്ന് ചുറ്റി കറങ്ങാം, എന്നിട്ട് സമയമാകുമ്പോൾ അവിടേക്ക് ചെന്നാൽ മതിയല്ലോ എന്നായിരുന്നു നമ്മുടെ ഐഡിയ. പിന്നെ അത് ഇങ്ങനെ മാറി ഗൈസ്. ഞാൻ കാടമുട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് ഫ്ലോറിലേക്ക് പോയിട്ട് ഇതൊക്കെ കാന്തങ്ങളാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഈ കേക്ക് അതിനെക്കാട്ടും ഭംഗിയുണ്ട്. ഇത് തെർമോക്കോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലതൊക്കെ നല്ല കട്ടിയുണ്ട്, പക്ഷെ ചിലതൊക്കെ നല്ല സോഫ്റ്റാണ് ഗൈസ്. കുക്കികൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ബുക്സാണ് ഗൈസ്. പിന്നെ ഇങ്ങനത്തെ കാന്തങ്ങൾ അതൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ ബുക്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ ബുധൻസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇങ്ങനെ ബുക്കൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ എൻ്റെ ലൈബ്രറിയാണ് ഗൈസ് എനിക്ക് ഓർമ്മ വരിക. ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് തിരിഞ്ഞു വന്നപ്പോൾ തന്നെയാണ് സംഭവങ്ങൾ. പക്ഷെ ആനേൻ്റെ മുമ്പേയൊക്കെ ഇടുന്ന സാധനങ്ങളായിട്ട്. ഇതാണ് ഗൈസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കയ്യെഴുത്ത്. ഇപ്പോഴും ഉണ്ട് കേട്ടോ കയ്യെഴുത്ത് തന്നെ. പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതാണ് കേട്ടോ. ഈ ബുക്കാണ് അവർ വാങ്ങാറ് എന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. പിന്നെന്താ ഇത് വെച്ചിട്ടുണ്ട് പണി കാളി ഗൈസ്. ഇത് ഞാൻ വെച്ചു, നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ എന്ന് ജസ്റ്റ് വെച്ചു. എനിക്ക് മുടിയുള്ളതുകൊണ്ട് വെച്ചതൊക്കെ നല്ല രസമായിരുന്നു. ഊരാൻ കിട്ടുന്നില്ല, മുടി അങ്ങോട്ട് കുടുങ്ങി അങ്ങോട്ട് ഉമ്മച്ച് സഹായിച്ചു വിട്ടുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ചെറിയ പേരുണ്ട്. പുറത്തും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരെന്നല്ല, എനിക്ക് ചെറിയ പേര് എന്നിട്ട് എനിക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. പിന്നെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇവിടെ ഒരു റൈറ്റിങ്സ് ഉണ്ട് ഗൈസ്. റൈറ്റിങ്സ് ഇപ്പോൾ കാണാനില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് കാണാണെങ്കിൽ ഞാൻ വായിച്ചായിട്ടോ കണ്ടോ. ഡു നോട്ട് ടച്ച് അങ്ങനൊന്നല്ലല്ലോ, വേറെ എന്താ എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടുത്തെ കൃഷ്ണൻ്റെ, ആനേൻ്റെ ഒക്കെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കഥകളി അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല വിലയാണ്. പിന്നെ ഡു നോട്ട് ടച്ച് ആണ് ഗൈസ്. ഈ പട്ടിക്കുട്ടീനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ചിലപ്പോൾ മുമ്പേ വന്നിട്ടുണ്ടാവും. നമ്മൾ കുറേ നാളായല്ലേ ഗൈസ് ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പിന്നെ ഡു നോട്ട് ടച്ച് ആണ്, അത് ഞാൻ കണ്ടില്ല ഗൈസ്. അങ്ങനെയാണ് ഞാൻ ആ പട്ടിക്കുട്ടീനെ തൊട്ടത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കോമഡി ആയിരുന്നു. ഇതൊക്കെ നമ്മൾ റൂംസിലൊക്കെ വെക്കണ്ടാട്ടെ. പിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം, പിന്നെ സ്വീറ്റ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പോകണം. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോൾ അതാണ് നമ്മുടെ ദീപാവലീൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം കുറേ രൂപങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ ഇങ്ങനത്തെ ലൈറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മുടെ കല്യാണ സിൽക്സിൽ ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ബാക്ക് സൈഡിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ റെഡും ഉണ്ട് ഇവിടെ എന്നെ കൊണ്ടുവച്ച്. ഇതേപോലെ തന്നെ ഗ്രീനും വൈറ്റും ഓറഞ്ചും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെന്താ ഇവിടുത്തെ ഒരു സ്ഥലത്ത് കയറി ഞാൻ ഇരുന്നു കേട്ടോ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മുടെ കല്യാൺ സിൽക്സിന് കിട്ടിയ ഒരുപാട് ട്രോഫീസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഓരോന്നായിട്ട് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓറഞ്ച് മാത്രം, റെഡ് മാത്രം, ഗ്രീൻ മാത്രം, വൈറ്റ് മാത്രം അങ്ങനെയാണല്ലോ പറ്റത്തുള്ളൂ. അതാ
ഇവിടെ എല്ലാവരും എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതിൻ്റെ ബാക്കിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടതാണ് ഗൈസ് നമ്മുടെ 2020 നമ്മുടെ കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനത്തെ ഇവിടെ 3 ബുക്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ അങ്ങോട്ട് തുറന്ന് നോക്കുവാണ് ഞാൻ. വെറുതെ ഗൈസ്, സമയം പോകണ്ടേ ഗൈസ്. എന്നിട്ട് ഞങ്ങളുടെ സ്കൂളിലെത്തുമ്പോൾ പറയാം 10 മണിക്കേ വരത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മറിച്ചിട്ട് തീർന്നില്ല. പിന്നെ ഇതൊക്കെ വെറുതെ നോക്കണതാണ് ഗൈസ്. ഒരു എന്ത് വെച്ചാൽ നമുക്ക് ടൈം പാസ് വേണ്ട. പിന്നെ ഇങ്ങനത്തെ ബുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് വായിക്കാൻ വേണ്ടി തോന്നില്ല. അങ്ങനെ എന്താ വലിച്ചിട്ട് ഞാനിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ ഗൈസ്, നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ ഇന്ത്യൻ്റെ കളറായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ റെഡ് ഇപ്പം എന്തിനാ റെഡ് ഞാൻ വെറുതെ വെച്ചതാണെങ്കിൽ റെഡ് വെച്ചപ്പോഴാണെങ്കിൽ വേറെ കുറേ വെച്ചാലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ ഓരോന്ന് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് തുടങ്ങി. ബില്ലടിച്ച ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളൊരു കടയിൽ ഇപ്പുറത്തുള്ള കടയിൽ ഇത്തിരി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെന്ന് ചോദിച്ചു. ആദ്യം പറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാന്ന്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഞാൻ തിന്നണതൊക്കെ കാണിച്ച് തരാൻ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി നേരെ വന്നത് വണ്ടിയിലോട്ടാണ്. വണ്ടിയിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. മച്ചക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് വന്ന ഫ്രഞ്ച് ഫ്രൈസ് നല്ല രസ കിഡിലോസ്ക്ക് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. അപ്പോൾ ഇതിലേക്കുള്ളൂ. ബൈ ബൈ.